അപ്പോൾ ഡ്രോണ് കാര്യങ്ങൾ വന്നപ്പോൾ അത് പഠിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്തില് പുള്ളി ഒരെണ്ണം സ്വന്തമായിട്ട് വാങ്ങുകയും ചെയ്തു. ചെറിയ ഡ്രോണ് അത് പഠിപ്പിച്ചു കൊടുത്തത് സൂരജാണ് അല്ലേ? കൈയടിച്ച്. പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ ചോദിക്കേണ്ടത്? എനിക്കിപ്പോ അങ്ങോട്ട് കിട്ടുന്നില്ല സത്യം പറഞ്ഞ ഇതിന്റെ വിനയം കാരണം. ഓക്കെ, പത്രങ്ങളിലും ടിവിയിലും ഒക്കെ, ടിവിയിൽ ഇന്റർവ്യൂ കൊടുത്തില്ല, പത്രങ്ങളിലൊക്കെ നിങ്ങളെ കുറിച്ച് എഴുതിയൊരു കാര്യം വരുമ്പോ അന്നത്തെ സമയത്ത്, അന്ന് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത്, ഇന്നത്തെ സമയത്ത് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ചോദിച്ചാല് പണ്ടെടുത്ത പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ പത്രങ്ങളിലുള്ള പടങ്ങളൊക്കെ എടുത്താണ് നമ്മള് സിനിമയിലേക്ക് കയറി വന്നത്. അന്നത്തെ സൂരജും ഇന്നത്തെ സൂരജും തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊരു ഡ്രോൺ ഉണ്ടാക്കിയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. കേരളത്തിൽ ഡ്രോൺ ഉണ്ടാക്കിയിട്ടാണ്? അതെ, ഡ്രോൺ കേരളത്തിലില്ല. അപ്പം ഡ്രോൺ ഉണ്ടാക്കിയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വരുന്നത്. ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം, ഞാനിങ്ങനെ ആകാശത്തോടെ എപ്പോഴും പറഞ്ഞത് അവരൊക്കെ കാണുന്നതാണ്. അപ്പോ അങ്ങനെ കുറെ വർഷങ്ങളായിട്ട്, എനിക്കൊന്നൊരു 8-10 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. ഫീൽഡിലുണ്ട്. അപ്പം ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് ഇത് എത്രത്തോളം സൂരജിന് പ്രിയപ്പെട്ടതാണ്? അത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, ജമോൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ, ഞങ്ങളൊരു റെസിഡൻസ് ഒരു വെയിറ്റ് ഷെഡിന്റെ കാര്യം ചോദിക്കാൻ അച്ഛനെ ഇവിടെ സമീപിച്ചാണ്. അന്നോട്ട് പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ കൂടുകയായിരുന്നു വേണം പറയാണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ എല്ലാവരും റെസിഡൻസ് എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. എന്തായാലും വളരെ നല്ല ഒരു മുന്നേറ്റമാണ്. നമ്മുടെ ഇപ്പോ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ അധികം പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് വരുന്നുണ്ട്. എനിക്കും സന്തോഷം. സന്തോഷം. സൂര്യന്റെ പേടി മാറിയോ? ഒരു കൈയടി കൊടുത്തേ. സൂര്യനുള്ള ചെറിയൊരു മൊമെന്റ് ആണ് ഇപ്പോ ഇവിടെ വെച്ച് ദേവനന്ദ സൂര്യനുള്ള മൊമെന്റോ നൽകുകയാണ്. സൂര്യ ഏറ്റുവാങ്ങുക പ്ലീസ്. ട്രിനിറ്റി സ്കൂൾ മ്യൂസിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ മൊമെന്റോ ഇപ്പോൾ സൂരജിന് നൽകിയിരിക്കുകയാണ് ദേവനന്ദ. താങ്ക് യു വെരി മച്ച്. ആശംസ പ്രസംഗത്തിനായിട്ട് ഫാദർ മാത്യു കാലയിൽ